നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നുപോയിട്ട്, അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഇൻട്രോ നൈസായിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡെക്കാത്തലോൺ തൃശ്ശൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു സംഭവം വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു ഒരു കൊറിയർ സെൻറ്ററിൽ നിന്ന്. അപ്പോൾ ഇത് ബാലിനാണ്. അപ്പോൾ ഞങ്ങൾ ഇവന്മാർക്ക് സൈക്കിളും സംഭവങ്ങളൊക്കെ നോക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നമ്മുടെ തൃശ്ശൂരിലുള്ള ഡെക്കാത്തലോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒല്ലൂരാണ് എന്ന് തോന്നുന്നു കേട്ടോ ഈ സ്ഥലത്തിന് കറക്റ്റ് പ്ലേസ്. യെസ്, അപ്പോൾ നമ്മൾ ഡെക്കാത്തലോൺ എന്ന ഷോപ്പിലേക്ക് എത്തി. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ നമ്മുടെ തൃശ്ശൂരത്തൊക്കെ ആയിട്ടുള്ള ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞാനും ഉണ്ണിയും ചെഗും ബാലനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് ഇവിടേക്ക് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയ്ക്ക് തിരക്കുണ്ടാവുമെന്ന്. പക്ഷെ കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു. യെസ്, അപ്പോൾ നമ്മളവിടേക്ക് ഇങ്ങനെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻട്രിക്ക് എന്താ പറയുക, അങ്ങനെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് എല്ലാ ഷോപ്പിലേക്കും കയറുന്ന പോലെ തന്നെ സാനിറ്റൈസർ അങ്ങനെ സംഭവങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ കയറി ബാക്കി സാധനങ്ങളൊക്കെ സൈക്കിളൊക്കെയാണ് മെയിനായിട്ട് നോക്കാൻ ഇവിടെ വന്നത് കേട്ടോ. സൈക്കിളൊക്കെ നോക്കാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വാങ്ങിച്ചു തരോ? പ്ലീസ്. ഹായ്, ഞാൻ ഇത്രയ്ക്ക് വലുതാണ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ബാല, നീ എന്തേലും വാങ്ങണ്ടോ? ബാല, എന്തേലും വാങ്ങണ്ടോ? ഒരെണ്ണം വാങ്ങിച്ച ഒരെണ്ണം ഫ്രീ ഉണ്ടോ ഇവിടെ എന്തെങ്കിലും? പ്ലാസ്റ്റിക് നീ എടുത്ത് തിന്നോ? എനിക്ക് വേണ്ട. എനിക്ക് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു തരുമോ? പിടിക്ക് വാ പോവാ. ഓടിക്കും കൊറേ സൈക്കിൾസ് ഉണ്ടല്ലോ അല്ലേ. ബാല, നീ എന്തേലും വാങ്ങണ്ട? അതിനെ കാണാൻ കൊറേ പെമ്പിള്ളേരൊക്കെ ഉണ്ടാവും. കൊറേ പെമ്പിള്ളേരൊക്കെ ഉണ്ടാവും കാണണ്ടെങ്കില്. ഇവനുണ്ടല്ലോ പെമ്പിള്ളേര് വായി നോക്കി നടക്കാണ്. ശ്രീബാലനാണ് ഇൻസ്റ്റാഗ്രാം പേര്. ഞാൻ അടിയിൽ കൊടുക്കാം. നിനക്ക് എത്ര വില ഉണ്ട് നീ വാങ്ങാൻ ഉദ്ദേശിക്കണേ? ഞാൻ നിനക്ക് കാര്യം കാണിച്ചേ. ഇതൊരു ബോള് നോക്ക്, ഇതൊരു ബോൾ. എടാ 399 രൂപ. ബാല, എനിക്കൊരു ഷർട്ട് വാങ്ങിച്ചതോ? ബാല, ഒരെണ്ണം വാങ്ങിച്ചു താടാ. എനിക്ക് വാങ്ങിച്ചു തരണം. നീ തരണം. നിന്റെ അച്ഛന് കൊറേ കാശില്ലേ ബാല? കൊറേ ഷൂസ് ഒക്കെ ഉണ്ടിട്ടാ നിനക്ക്. എനിക്ക് അവൻ ഇതിലേത് ഷൂ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാലൻ അല്ലേ ബാല? നിന്റെ ഞാൻ പറയില്ല. അവരെവിടെ? ബാല ബാല, എനിക്കിത് ഇഷ്ടപ്പെട്ടുടാ. എനിക്ക് വാങ്ങിച്ചാ ഞാൻ വീഡിയോയില പറയണം. നീ വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരാധകർ കൂടും. ബാല, എനിക്കിതൊന്ന് വാങ്ങിച്ചു തരുമോ? എനിക്കിത് ഇഷ്ടപ്പെട്ടടാ. 10 വാങ്ങിച്ചു തരുന്നതായിരിക്കും. സംസാരിക്കുന്ന തൃശ്ശൂരിൽ നിന്നാണ്.
ബാല നീ എനിക്കിത് വാങ്ങിച്ചു തന്നിട്ട് നിനക്ക് ആരാധകര് കൂടും. ഞാൻ എന്റെ ഒരു കൂട്ടുകാരില്ലടാ. വാങ്ങിച്ചരാ. ഉറപ്പാണോ? ഉറപ്പ്. വാങ്ങിച്ചു തന്നില്ലെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്ക് വാങ്ങിച്ച പ്ലീസ് പ്ലീസ് പ്ലീസ്. വ്ലോഗില് വന്നാൽ നിനക്ക് ആരാധകര് കൂടും. എന്താന്ന് ഇതെന്താന്ന് പറഞ്ഞേ? ബോള് പറയാ ഇങ്ങനത്തെ ബോളൊക്കെ അവൻ ഇംഗ്ലീഷ് പടത്തിലേ കണ്ടിട്ടുള്ളൂ. പിന്നെ മമ്മി വീട്ടില് മമ്മിയിലെ ഓക്കെ രാജന്റെ ഭാര്യല്ലേ? ഇതൊക്കെ ക്ലിയറൻസ് സെയിലിന്റെ ആണോണ്ടല്ലേ? ഐ തിങ്ക് സോ. ചവിട്ട് എത്തോ ബാല. ഒന്ന് നിനക്ക് ചവിട്ടറിയില്ലോണ്ണീ. പല്ലടിച്ച് പൊളിക്കിട്ട Decathlon അടി കിട്ടാൻ പോകുന്നു. അതൊക്കെയാണോ ഒരു വമ്പം പോക്കോളോ? തിന്നീസൂട്ടൊക്കെ തലയിലിട്ട് വരും. സമയം എടുത്തു അടിച്ച് കിടന്നു പോകുന്നുണ്ട്. നിനക്ക് സൈക്കിൾ ചവിട്ടണ്ടേ? പടി കിട്ടും. ഇപ്പൊ പോവാ. എനിക്ക് സൈക്കിൾ ചവിട്ടണം. ചവിട്ടറിയാ. ഞാൻ ഓടിക്കുന്നത് നീ എടുക്കട്ടാ. ഞാൻ സൈക്കിൾ ഓടാൻ പോണേ. ഈശ്വര പല്ല് വാങ്ങി തരുമല്ലോ ദൈവമേ. നിക്കടി മോളെ. പല്ല് പണിയാറുണ്ട്. അതേപോലെ തന്നെ ആണ്. ആടെ പൊളിച്ച് ദേ പോയി. എന്നിട്ടാ പോലീസുകാരാ വരുന്നീ. സെക്യൂരിറ്റീസ് ഒക്കെ വരണ്ടില്ല. വരിക ശരി. സൈക്കിൾ മാറ്റിന്ന് മനസ്സിലാക്കണം. ചവിട്ടി മാത്രം. നീ എന്താ ഇടിക്കാൻ പോണ പോലെ ഇങ്ങനെന്നറ. ഒന്ന് പിടിച്ചേ. ഒരു മിനിറ്റ് ഒന്ന് പിടിക്കടാ. ഷർട്ടൊന്ന് കയറ്റിട്ടെ. നീ പിടിച്ചു കൊടുക്കട്ടെ. ഞാൻ മാറിക്കിട്ടടാ.
ബാല അപ്പോൾ പിന്നെ നമ്മൾ പോയ ദിവസങ്ങളിലൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഓഫേഴ്സൊക്കെ ഉള്ളത് എന്താ പറയുക, ഈ ഷൂ, അതുപോലെ തന്നെ ബനിയൻ, ടോപ്പ്, അങ്ങനെ കുറേ സ്വിമ്മിങ് സ്യൂട്ടിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. ഇവരുടെ പ്രൊഡക്ട്സൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ പ്രൊഡക്ട്സാണ്. ഇതിലങ്ങനെ പെട്ടെന്ന് കേട് ഓനൊന്നും വരുത്തുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ നല്ല ഇഷ്ടം പോലെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഷൂ സെക്ഷൻസിലാണ് ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് ഞാൻ കണ്ടത്. നമ്മുടെ ബാറ്റ്, ഷട്ടിൽ ബാറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിലും ഓഫേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, എനിക്കിതിൻ്റെ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടായിരുന്നുണ്ടായിരുന്നെ. അതുപോലെ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. വളരെ വളരെ നന്നായിട്ടുണ്ട്. രക്ഷപ്പെട്ടത്. ഭംഗിയുണ്ട്. ഇനി അതവിടെ വെച്ചോ. വ്ളോഗിന് വേണ്ടി മാത്രം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഞാനല്ലടാ ചേച്ചി. ഇടുക്കണ്ണിനി ഒന്ന് നോക്കട്ടെ. എത്രയാണ്? 2000. ഇതിന് 2000. എടാ, അത് ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം. വീട്ടിലേക്ക് വായോ. 50 രൂപ. എന്നെ നോക്കിയൊരു കാര്യമില്ല. ഞാനല്ല അവനാ. നീ വാങ്ങിച്ചതാടാ. ഞാൻ വാങ്ങിച്ചാ ഇവിടെ പരിപ്പടാ വാങ്ങിയ കാശി കൊടുത്തല്ലേ. എന്റെ തൊപ്പി വെക്കലടാ തെണ്ടി. നിനക്ക് തിരുത്തി വാല വിശക്കണു. താങ്ക് യു. പിന്നെത്രയാ? ഫുഡ് സൈക്കിൾ എടുക്കാൻ കാശില്ലാണ്ട് തിരിച്ചു പോകുന്നു. ശരിക്കും കാര്യം പറയടാ. സൈക്കിൾ സ്റ്റോക്ക് ഇല്ല, ബുക്ക് ചെയ്യണം. അപ്പൊ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആദ്യം ബുക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് വരാം. ഇവിടെയുള്ള സ്റ്റോക്ക് എല്ലാം ബുക്ക് ചെയ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ നോക്കിയ സൈക്കിള് വേറെ ആരൊക്കെയോ വാങ്ങി. 10,000 രൂപയുടെ സൈക്കിള് അതുമില്ല. 5,000 രൂപയുടെ സൈക്കിളും ഇല്ല, 10,000 രൂപയുടെ സൈക്കിളും ഇല്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ എത്തി വീണ്ടും തിരിച്ചു പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അവിടെ ബാലിന് ഏതോ ഒരു വണ്ടീനെ അടിച്ചു മാറാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ. ബാലിപ്പം പിള്ളേരുടെ ഇനി ഇവിടുന്ന് തീട്ടും.